Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷമാണ് MI അവരുടെ ആദ്യത്തെ ലാപ്ടോപ്പായ MI നോട്ട്ബുക്ക് 14 ലോഞ്ച് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായ MI നോട്ട്ബുക്ക് 14 ഹൊറൈസൺ എഡിഷന്റെ റിവ്യൂ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. സോ ഇപ്പോൾ MI അവരുടെ ഈ ഒരു ലാപ്ടോപ്പിന്റെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. MI നോട്ട്ബുക്ക് പ്രോ എന്നാണ് ഈ സീരീസിന് അവർ പേര് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. ഏകദേശം മെയ്യോടെ ലോഞ്ച് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ നിന്നും ബാക്കിയുള്ള സോഴ്സുകളിൽ നിന്ന് കിട്ടിയ കുറച്ച് വിവരങ്ങൾ വെച്ച് നമ്മൾ ഇതിന്റെ സ്പെക്കും അതുപോലെ തന്നെ ഫീച്ചേഴ്സുമാണ് ഈ ഒരു വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഇറങ്ങിയ MI നോട്ട്ബുക്ക് 14ഉം ഇപ്പോൾ ഇറങ്ങുന്ന MI നോട്ട്ബുക്ക് പ്രോയും തമ്മിൽ പ്രധാനമായിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. വളരെ സ്ലിമ്മും സ്ലീക്കുമായിട്ടുള്ളൊരു ഫോം ഫാക്ടറിലാണ് ഈ ഒരു ലാപ്പ് പുറത്തു വരുന്നത്. ഇതിൻ്റെ ഒരു ഓവറോൾ ബിൽഡും നമ്മൾ നേരത്തെ കണ്ട MI നോട്ട്ബുക്ക് 14ന്റെ ബിൽഡും തമ്മിൽ ഏകദേശം സിമിലർ ആണ്. ഒരു നോട്ട്ബുക്കിൻ്റെ സൈസേ വരുന്നുള്ളൂ. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ MI നോട്ട്ബുക്ക് 14ൽ 14 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചോയ്സ് ഇല്ലായിരുന്നു. 14 ഇഞ്ച് മാത്രമേ അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് 14 ഇഞ്ചും അതുപോലെ തന്നെ 15.6 ഇഞ്ചിൻ്റെ ഒരു മോഡലും അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ സ്ക്രീൻ വേണമെങ്കിൽ 14 ചൂസ് ചെയ്യാം, അല്ല കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ 15.6 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. MI നോട്ട്ബുക്ക് 14 പോലെ തന്നെ MI നോട്ട്ബുക്ക് പ്രോയും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോ ക്യാരി ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നീട് ഇതിൻ്റെ പ്രധാനമായിട്ടൊരു വ്യത്യാസം വന്നത് ഇതിൻ്റെ സ്ക്രീനിനാണ്. സ്ക്രീൻ 14 ഇഞ്ച് 15 ഇഞ്ച് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു OLED ഡിസ്പ്ലേ ആണ്. OLED ഡിസ്പ്ലേ ആകുമ്പോൾ നമ്മുടെ സാധാ LED ഡിസ്പ്ലേ അപേക്ഷിച്ച് നല്ല കളർ ആക്യുറസിയും നല്ല ബ്രൈറ്റ്നസും നല്ല ഔട്ട്പുട്ടും ഉള്ള മോണിറ്റേഴ്സ് ആണ്. നിങ്ങൾ ജസ്റ്റ് പോയി ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സാധാ LEDയും അതുപോലെ തന്നെ OLED മോണിറ്റേഴ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ എന്തുകൊണ്ടും OLED മോണിറ്റേഴ്സ് LED മോണിറ്റേഴ്സിനെ കാട്ടി ഒരു പിടി മുന്നിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 120 ഹെർട്സ് ആണ്. നേരത്തെ 60 ഹെർട്സിന്റെ നോർമൽ ഡിസ്പ്ലേ വന്ന സമയത്ത് ഇപ്പോൾ അവർ ഇരട്ടിപ്പിച്ച് 120 ഹെർട്സിലേക്ക് എത്തി. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, അവർ കുറച്ച് ഗെയിമിംഗ് സൈഡും കൂടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസിനായിരിക്കണം ഈ ഒരു 120 ഹെർട്സിന്റെ റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ നൽകുന്നത്. നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇൻ കേസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ ബെഞ്ച് മാർക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഓവറോൾ പെർഫോമൻസ് വിലയിരുത്താൻ പറ്റുന്നതാണ്. ഇവിടെ നൽകിയിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇന്റലിന്റെ 11th ജെൻ റോക്കറ്റ് ലേക്ക് പ്രൊസസ്സറുകളാണ്. ഇവിടെ i5ഉം i7ഉം വേരിയന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെ MI നോട്ട്ബുക്ക് 14ൽ 10th ജെൻ i5ഉം i7ഉം ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ 11th ജെൻ i7ഉം i5ഉം ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്റലിന്റെ 10th ജെന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 11th ജെന്നിന് നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ബൂസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ പവർഫുൾ ആണ് ഈ ഒരു 11th ജെൻ പ്രോസസ്സർ. പിന്നീട് ഗ്രാഫിക്സ് കാർഡിലേക്ക് GPUയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് NVIDIAയുടെ MX 450 ആണ്. നേരത്തെ MI നോട്ട്ബുക്ക് 14ൽ MX 350 ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ MX 350ൽ നിന്ന് MX 450ലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. സോ കുറച്ചുകൂടെ നല്ലൊരു ഗ്രാഫിക്കൽ പെർഫോമൻസ് ഈ ഒരു ലാപ്ടോപ്പ് തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾക്ക് i5 ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡിന്റെ കാര്യത്തിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഉള്ളൊരു മോഡൽ ചൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉള്ളൊരു മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആകുമ്പോൾ i5 പ്രൊസസറിന്റെ കൂടെ ഇന്റലിന്റെ UHD ഗ്രാഫിക്സ് ആയിരിക്കും വരുന്നത്. ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ആണെങ്കിൽ ഇന്റലിന്റെ i5 പ്രൊസസറും അതുപോലെ തന്നെ NVIDIAയുടെ MX 450ഉം നിങ്ങൾക്ക് GPU ആയിട്ട് കിട്ടുന്നതായിരിക്കും. i7 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് MX 450 ഉള്ള മോഡൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അവിടെ ഇന്റൽ UHD ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് അവൈലബിൾ അല്ല. ഈ ഒരു MX 450ഉം അതുപോലെ തന്നെ ഈ ഒരു 120 ഹെർട്സിന്റെ റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കൂടെ ആകുമ്പോൾ ഒരു നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ലാപ്ടോപ്പ് സമ്മാനിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നീട് പ്രധാനമായിട്ടൊരു വ്യത്യാസം വന്നത് റാമിന്റെ കാര്യത്തിലാണ്. റാം നേരത്തെ നമുക്ക് 8GB മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു. 16GB വേരിയന്റും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മളൊരു പോരായ്മയായിട്ട് അന്ന് ആ ഒരു വീഡിയോയിൽ എടുത്തു പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോ വേർഷൻസിൽ 16GB റാം ആണ് വരുന്നത്. സോ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നോർമൽ എല്ലാ നല്ല രീതിയിലുള്ള ലാപ്ടോപ്സിനും 16GB ആണ് വരുന്നത്. ഒട്ടുമിക്ക എല്ലാ സോഫ്റ്റ്വെയർസ് റൺ ചെയ്യാനും കുറച്ച് നല്ല ഹെവി വർക്ക് ചെയ്യാനും ഈ ഒരു 16GB തന്നെ മതി. സോ വീഡിയോ എഡിറ്റേഴ്സിനും അതുപോലെ തന്നെ ഹെവി വർക്ക് ചെയ്യുന്നവർക്കും ഈ ഒരു 16GB തികച്ചും ബെനിഫിഷ്യൽ തന്നെയാണ്. സ്റ്റോറേജിലേക്ക് വരുമ്പോൾ ഒരു 512GBയുടെ PCIe NVMe SSD ആണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് എക്സ്ട്രാ
ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ SSD ആഡ് ചെയ്യാൻ പറ്റില്ല. മറിച്ച് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ SSDസോ നിങ്ങൾക്ക് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു PCIe NVMe SSDയെ സംബന്ധിച്ചിടത്തോളം നല്ല ബൂട്ടിംഗ് സ്പീഡും അതുപോലെ തന്നെ നല്ല റീഡ് ആൻഡ് റൈറ്റ് സ്പീഡുള്ള SSDകളാണ്. സോ ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ബൂസ്റ്റ് തന്നെ ഇവിടെ SSDകൾക്കുണ്ട്. പിന്നീട് ചാർജിങ്ങിലേക്ക് വരുമ്പോൾ ഒരു വലിയ മാറ്റം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ 55 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രോ വേർഷൻസിലേക്ക് വന്നപ്പോൾ 55 എന്നുള്ളത് 100 വാട്ട്സ് ആയിട്ട് അവർ ഇൻക്രീസ് ചെയ്തു. അതുമാത്രമല്ല ഇതിൻ്റെ ചാർജിങ് ബ്രിക്കിൻ്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം തന്നെ MI കൊണ്ടുവന്നു. ഞാൻ നമ്മുടെ ആ ഒരു MI നോട്ട്ബുക്ക് 14ൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, വളരെ സ്ലീക്കും സ്ലിമും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പിൻ്റെ കൂടെ വളരെ ഹെവി ആയിട്ടും വളരെ വലുതായിട്ടുമുള്ളൊരു ചാർജിങ് ബ്രിക്കാണ് പ്രൊവൈഡ് ചെയ്തതെന്ന്. സോ ഈ ഒരു ചാർജിങ് ബ്രിക്ക് അതിൻ്റെ പോർട്ടബിലിറ്റിയെ വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു പ്രശ്നം MI ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ആപ്പിളിൻ്റെ മാക്ബുക്കിലൊക്കെ കാണാറുള്ള ഒരു ഡോക്ക് ടൈപ്പ് ചാർജറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റും നമ്മുടെ ഒരു ഫോണിൻ്റെ ചാർജർ പോലെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ചാർജർ കൂടിയാണ്. ഇതിൽ Type C to Type C ആണ് കണക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് ഒരു Type C തണ്ടർബോൾട്ട് പോർട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു Type C to Type C കേബിൾ വെച്ചാണ് നമ്മുടെ ലാപ്ടോപ്പ് 100 വാട്ട്സിൽ ചാർജ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ Type C to USB ആൻഡ് Type C to HDMI കൺവേർട്ടറും ഈ ഒരു ലാപ്പിൻ്റെ കൂടെ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഗ്ലോബൽ വെർഷൻ്റെ കാര്യത്തിലാണ്. ഇന്ത്യയിലെ വെർഷൻ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അറിഞ്ഞിടത്തോളം ഇതൊക്കെയാണ് ഈ ഒരു ലാപ്പിൻ്റെ സ്പെക്ക്. ഇനി ഇതിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഈ ലാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ ബിൽഡ് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ Redmi Note 3 Note 4 ബാക്ക് സൈഡിൽ കണ്ടുവരുന്നിരുന്ന ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ അതേ ഇൻഫ്രാസ്ട്രക്ചറാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. സോ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി ഫിംഗർ പ്രിൻറ്റ് സ്കാനർ പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Type C പോർട്ട് കൊടുത്തെങ്കിൽ പോലും MI ഹെഡ്ഫോൺ ജാക്കിനെ ഒഴിവാക്കിയില്ല. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. MI നോട്ട്ബുക്ക് 14ൽ കണ്ടുവന്നതുപോലെ ഒരു വലിയ മൾട്ടി സെൻസിറ്റീവ് ട്രാക്ക് പാഡ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് വ്യത്യസ്ത ജസ്റ്റേഴ്സുകളും വ്യത്യസ്ത ആക്ടിവിറ്റീസും നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. സ്ക്രോളും പിഞ്ചിനും പിഞ്ച് ഔട്ടും ഒക്കെ ഈ ഒരു ട്രാക്ക് പാഡിലും അവൈലബിൾ ആണ്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന സ്പെസിഫിക്കേഷനും ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് പലയിടത്തുനിന്നും കിട്ടിയ വിവരങ്ങൾ ശേഖരിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഗ്ലോബലി ലോഞ്ചായ MI നോട്ട്ബുക്ക് പ്രോയുടെ സ്പെസിഫിക്കേഷനും ഫീച്ചേഴ്സും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം മെയ് മാസം ആദ്യമോടെ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ മോഡലിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തൊക്കെയാണ് യഥാർത്ഥ സ്പെക്കെന്നും എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി നമുക്ക് കറക്റ്റ് ഒരു ധാരണ വരികയുള്ളൂ. സോ ഇതിൻ്റെ ഒരു പ്രൈസിങ് എന്ന് പറയുമ്പോൾ ഏകദേശം എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 40,000 to 70,000 ഉള്ളിലായിരിക്കണം. കാര്യം നല്ല രീതിയിലുള്ള സ്പെക്ക് ഉണ്ട്. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. ഏകദേശം ചൈനയിൽ ഇറങ്ങിയ മോഡൽ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ വില കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 60,000 രൂപയാണ് വരുന്നത്. പക്ഷേ അത് ഇവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ 70-75 പോയേക്കാം. കാര്യം i7 മോഡലിൽ ഈ ഒരു OLED ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേയും ഇത്തരത്തിലുള്ള ചാർജറൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു 75,000 വരെ ഇതിന് റേഞ്ച് എത്താവുന്നതാണ്. ഇതെല്ലാം അസംഷൻസ് ആണ്. നമുക്ക് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.